രാഹുൽ സദാശിവൻ, മെഗാസ്റ്റാർ മമ്മൂക്ക, ഭ്രമയുഗം. രണ്ടുപേരും കൂടി കിടുക്കാച്ച ഒരു സാധനം നമുക്ക് പ്രേക്ഷകർക്ക് തന്നിട്ടുണ്ട്. അതെ, 400ഓളം സിനിമയിൽ അഭിനയിച്ച മമ്മൂട്ടി ചെയ്യാത്ത പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു വേഷം, ഈ സിനിമയിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള ഈ ഒരു വേഷം നിങ്ങൾ ഈ 400 സിനിമയിൽ ചിക്കി ചെകഞ്ഞാൽ പോലും കിട്ടില്ല. പുതിയൊരു വേഷമാണ്. മലയാള സിനിമയിൽ കിട്ടില്ല. മലയാള സിനിമയിൽ ഇതുപോലൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു നടൻ വേറെ ഇല്ല. കാരണം മമ്മൂക്ക CBI ആയിട്ടുണ്ട്, പോലീസ് ആയിട്ടുണ്ട്, പ്രേതായിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാ കള്ളനായിട്ടും എല്ലാം. പക്ഷെ ഈ ഒരു വേഷം മമ്മൂക്ക വേറൊരു സിനിമയിൽ ചെയ്തിട്ടില്ല എന്ന് 100% ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ ഒരു സിനിമയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു സിനിമ തുടങ്ങുന്നത് അർജുൻ അശോകനെയും അതുപോലെ തന്നെ മണികണ്ഠൻ ആചാര്യനെ ഒരു കാട്ടിൽ വെച്ച് കാണിച്ചുകൊണ്ടാണ്. ആ ഒരു സീനിൽ തന്നെ മണികണ്ഠൻ ആചാര്യനെ ഏകദേശം ആ സീനിൽ അവസാനിച്ചു. പിന്നെ എന്ന് പറഞ്ഞത് ത്രൂ ഔട്ട് സിനിമയിലുള്ളത് മമ്മൂട്ടിയാണ്, പിന്നെ അർജുൻ അശോകനാണ്, സിദ്ധാർത്ഥ് ഭരതനാണ്. മമ്മൂട്ടിയുടെ ഒപ്പം കട പിടിച്ച് അഭിനയിക്കാൻ അർജുൻ അശോകന് കഴിച്ചിട്ടുണ്ടെന്നാണ്. അർജുൻ അശോകൻ മാത്രമല്ല, സിദ്ധാർത്ഥ് ഭരതനും ഗംഭീര പെർഫോമൻസ് ആണ്. നല്ല പെർഫോമൻസ്. അതെ, ഈ ഒരു സിദ്ധാർത്ഥ് ഭരതനാണെങ്കിലും അർജുൻ അശോകനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഈ 3 പേരുടെയും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. നമുക്ക് മമ്മൂക്കയുടെ മാനറിസങ്ങൾ സത്യം പെട്ടെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് ദേഷ്യപ്പെടുക, ആ ഒരു മുഖഭാവം പേടിപ്പിക്കുക. അതെ, ആ ഒരു മുഖഭാവം ചേഞ്ച് ആവണത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം ഏത് റേഞ്ച് ലെവലിൽ. നമ്മളെ മലയാള സിനിമയിൽ പരീക്ഷണ ചിത്രത്തിനൊക്കെ എപ്പോഴും വെല്ലുവിളിയാണ്. പക്ഷെ ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അത് പ്രേക്ഷകരിലേക്ക് 100% വിജയകരമായി എത്തിക്കാനും മമ്മൂട്ടി ടീമിന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മമ്മൂക്ക ഈ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് എത്രത്തോളം ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടാണ്. കാരണം പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ കണ്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തിയേറ്ററിൽ നമ്മളൊരു പടം വരെ കണ്ടത് നമ്മൾ നല്ല ഒരുവിധ ആൾക്കാർ ഇപ്പൊ കണ്ടിട്ടുണ്ടാവില്ല. കാരണം പഴയ കാലത്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ തിയേറ്ററിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ഒരു സിനിമ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സിനിമ നമുക്ക് തിയേറ്ററിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന വലിയൊരു കഴിവാണ്. കുറച്ച് സമയം പോലും നമുക്ക് ലാഗ് ആയിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് സ്ലോ ആണ്. സത്യം പറയാൻ ആ ഒരു സ്ലോ വേണം, ചെറിയൊരു സ്ലോ സിനിമക്ക് സ്ലോ വേണം. പോരാത്തതിന് ഈ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കാൻ കാണിച്ച ചങ്കൂറ്റം അത് പ്രൊഡ്യൂസർമാർക്ക് 2 കൈയും കൂടി 2 കയ്യടി. അതെ, കാരണം ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അറിയണ്ടേ. കാരണം ഇപ്പോ പടങ്ങൾ എടുക്കുന്ന പടങ്ങളൊക്കെ ഒരുവിധം ഫ്ലോപ്പ് ആയിട്ട് പ്രൊഡ്യൂസർമാരൊക്കെ നഷ്ടത്തിലാണ്. ഈ ഒരു പടത്തിന്റെ പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലും നഷ്ടം വരില്ല. ഇതൊരു മുത്തശ്ശി കഥ പോലെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. കഥകള്. കാരണം ഒരു മോതിരിടുമ്പം ആള് അതാവണു ഇതാവണു അങ്ങനെയുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഉള്ളത് പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ട്. ഛായാഗ്രഹണത്തിന്റെ കാര്യം എടുത്തു പറയണം. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് മെയിൻ ഇമ്പാക്ട് കൊടുത്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. രക്ഷയില്ല. കാരണം ആ ഇടിമുഴക്കങ്ങള്, മഴ, അതൊക്കെ പെർഫെക്റ്റ് ആയി ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതിപ്പോ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടാൽ പോലും നമുക്കത് നമ്മൾ വിചാരിക്കും സിനിമ കാണാൻ പോകുമ്പോൾ 2 മനസ്സോട് കൂട്ടാ പോയത്. ഒന്നില്ലെങ്കിൽ ഒരു സിനിമ ഒരു ആവറേജ് അല്ലെങ്കിൽ പടം പൊട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. കാരണം ഈ ഒരു സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇറക്കിയാൽ വിജയിക്കും എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവർക്കും ഉള്ള സംശയവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടം അങ്ങനെയാണ്. കളറും സൗണ്ടും എഫക്റ്റും ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിനിമ കൊടുത്ത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അത് ആ സംവിധായകന്റെ ഒരു കഴിവാണ്. പ്രത്യേകിച്ച് മമ്മൂക്കാന്റെ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം ഇതുപോലൊരു വേഷം ചെയ്തിട്ടില്ല. പക്ഷേ അർജുൻ അശോകന് വന്ന ക്യാരക്ടർ ആസിഫ് അലിക്ക് വന്ന എന്തിനാണ് ഒഴിവാക്കിയത്? ആസിഫ് അലി ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കരയും എന്നുള്ള കാര്യം തീർച്ചയായും ഒഴിവാക്കിയതാവോ. സംഭവം അഭിനയത്തിന്റെ കാര്യത്തിൽ കുറച്ച് റിസ്ക് കാണാനുള്ള ഒരു സാധനം ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിട്ടുള്ള ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അർജുൻ അശോകനൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്ന കാര്യം തന്നെ നമുക്കറിയില്ലേ. 4-5 ആളില്ല, മൊത്തം ടോട്ടൽ 5 ആളാണ്. ത്രൂ ഔട്ട് 3 ആളുള്ളൂ. 3 തുടക്കം മുതൽ അവസാനം വരെ 3 ആളുള്ളൂ. ഈ 5 പേരെ വെച്ചിട്ട് ഒരു സിനിമ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2.25 മണിക്കൂർ പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്താന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഴിവാണ്. ഒരു ടൈമിൽ ഒരാൾക്ക് ബോർ അടിച്ചിട്ട് മാറി നിൽക്കുക അല്ലെങ്കിൽ എണീറ്റ് പോകുന്നു ചെയ്തിട്ടില്ല. പല പടങ്ങളും പക്ഷെ ഇത് എണീറ്റ് പോകാൻ തോന്നില്ല. ഇന്റർവെൽ ആയാൽ മാത്രം നമ്മൾ എണീക്കുള്ളൂ. കാരണം അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ പിടിച്ചിരുത്താൻ സിനിമക്ക് സാധിക്കുന്നുണ്ട്. അഭിനയ മികവ് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ നമ്മൾ മലയാളികൾക്ക് മാത്രം അഭിമാനിക്കാൻ പറ്റുന്ന ഒന്നും കേട്ടോ. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മുതലാണ്. കാരണം നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ജനിച്ച മമ്മൂക്ക നമ്മുടെ അഭിമാനം, നമ്മൾ മാത്രം, നമ്മൾ ആർക്കും കൊടുക്കണം. അത്ര ഗംഭീര പെർഫോമൻസ്, പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു നിമിഷം പോലും നമുക്കത് ഇത് സീനൊന്നും വേണ്ടായിരുന്നു തോന്നിയിട്ടില്ല. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്താലേ ഈ പടം സക്സസ് ആവുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കിയതാണ് ഈ ഒരു സിനിമയുടെ പ്ലസ് പോയിന്റ് നമ്മൾ പറയാൻ കാരണം തന്നെ അതാണ്. കാരണം തുടക്കത്തിലേക്ക് ഒരു ഇത് തോന്നിട്ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കാണാൻ അങ്ങനെ ഫസ്റ്റത്തെ ഒരു ഇതിൽ നമുക്ക് തോന്നിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താവും. പക്ഷെ സിനിമ ഒരു ട്രാക്കിൽ കണ്ട് കേറി വേറൊരു ലെവലിൽ സിനിമ പോയിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഈ പടം വിജയിക്കുകയാണെങ്കിൽ പ്രേക്ഷകരെ ഏറ്റെടുക്കുകയാണെങ്കിൽ 2ാം ഭാഗം കൊണ്ടുവരാം എന്ന തരത്തിലാണ്. 2ാം ഭാഗത്തിന് വേണ്ടിയിട്ടാണ് ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അത് 2ാം ഭാഗം വരുന്നത് വേറെ ഒരു റേഞ്ചിലാവും. റേഞ്ചിലേക്കാണ് വെച്ചിട്ടുള്ളത്.
അതും ഈ ഒരു സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ച് കൂടുതൽ ഞങ്ങൾ പറയുന്നില്ല. പിന്നെ കഥാപാത്രം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്ട് പോകും, കാണാനുള്ള ഒരു മൂഡ് പോകും. അതെ, സിനിമ കണ്ടവരോട് പോയിട്ട് കഥയും മറ്റുള്ള കാര്യങ്ങളും ചോദിക്കണ്ട, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക, പോയിരുന്ന് കാണും. ഒരിക്കലും നിങ്ങളുടെ പൈസയും സമയം പോവില്ല. പിന്നെ രണ്ടാം ഭാഗം എടുക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഇവരുടെ അണിയർ പ്രവർത്തകരുടെ കാര്യം പറയേണ്ടത്, ധൈര്യമായിട്ട് മുന്നോട്ട് പോയപ്പോ ഇത് കേരളം ഏറ്റെടുക്കും. ഇത് പാൻ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യ ഏറ്റെടുത്തു. എന്താ, അത്ര ഗംഭീര സിനിമയാണ്. മലയാളത്തിലെ പാൻ ഇന്ത്യൻ മറ്റേ ഇറക്കുന്ന സിനിമകളിൽ യഥാർത്ഥത്തിൽ മറ്റുള്ള ഭാഷകളെ കൂടി ഞെട്ടിക്കാൻ പോകുന്ന ഒരു ഐറ്റം ഈ ഒരു സിനിമയിലുണ്ട്. സക്സസ് ആയി എന്തായാലും. ഇതൊരു മഹാവിജയമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യത ഉണ്ടല്ലേ. കാരണം കണ്ടവരൊക്കെ ഈ ഒരു സിനിമ ഹൗസ്ഫുൾ ആയിട്ടാണ് ഞങ്ങൾ കണ്ടത്. വർക്കിംഗ് ഡേ ആണ്, പക്ഷെ ഹൗസ്ഫുൾ ആണ്. കാരണം പരീക്ഷണ ചിത്രം ആയിട്ട് പോലും ആളുകൾ കയറുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് അറിയാൻ. പക്ഷെ സിനിമ കഴിഞ്ഞപ്പോ തിയേറ്റർ എല്ലാരും ഒന്നിച്ച് എണീറ്റ് നിന്ന് കൈയടിച്ചു. കാരണം അത് ഇഷ്ടപ്പെട്ടോണ്ടാണ്. പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ പേടിക്കാൻ മാത്രമുള്ള സാധനം ഉണ്ട്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്താൽ സാധനം സെറ്റ്. അത് എപ്പോഴും നമ്മൾ എടുത്തു പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്താലാണ് ഈ ഒരു പാഠം സക്സസ് ആവുള്ളൂ. അതാണ് രണ്ട് മനസ്സോടെ ഈ സിനിമക്ക് പോകണോ വേണ്ടേ എന്ന് വിചാരിക്കുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുള്ളത്. എന്താണ്, ധൈര്യത്തിൽ ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോളൂ. സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അത് കണ്ടാലാണ് അതിന്റെ എഫക്ട് അറിയാൻ പറ്റുള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്ന് പറയാൻ കാരണം മമ്മൂക്കയുടെയും ഈ രണ്ടുപേരുടെയും, അതായത് അർജുൻ അശോകന്റെ, സിദ്ധാർത്ഥ് ഭരതന്റെയും അഭിനയം, പിന്നെ ഛായാഗ്രഹണം, പിന്നെ എടുത്തു പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കാരണം BGMലാണ് ആ പടം കുറച്ചും കൂടി നമുക്ക് അതിന്റെ ഒഴുക്കിനൊത്തിട്ട് വേണ്ട സ്ഥലത്ത്, ഇപ്പൊ പേടിപ്പിക്കേണ്ട സ്ഥലമാണെങ്കിൽ പേടിപ്പിക്കേണ്ടത്, എല്ലാം മഴ പെയ്യണതും ഇടി പൊട്ടണതും ഒക്കെ വേറെ. അതായത് നല്ല തിയേറ്ററിൽ പോയിട്ട് കാണണല്ലേ. അത്രേ ഉള്ളൂ. നല്ലൊരു മറ്റേ ഡോൾബി അറ്റ്മോസ്ഫിയർ പോയി കാണുന്ന സാധനം നല്ലൊരു തിയേറ്ററിൽ. അപ്പൊ എന്തായാലും പടം കാണാത്തവർ വേഗം പോയി പടം കാണുക. പടം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ ബൈ.